PIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, വി എസ് അച്യുതാനന്ദന്റെ മറ്റൊരു തട്ടകമായിരുന്നു ഈ ഓഫീസ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ ഏറെക്കാലം പ്രവർത്തിച്ച ഒരിടത്തേക്ക് അദ്ദേഹത്തിന് ഒരിക്കലും വരാതിരിക്കാൻ കഴിയില്ല. അവിടെയും പൊതുദർശനത്തിന് സൗകര്യമുണ്ട്, പക്ഷേ പരിമിതികൾക്കുള്ളിൽ ഏത് തരത്തിലേക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? അനുജ, ഇവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ തുടക്കം മുഴുവൻ ആലപ്പുഴ, കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു. P കൃഷ്ണപിള്ളയാണ് പാർട്ടി അംഗത്വം VSന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ഇവിടുത്തെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. അവിടേക്കാണ് VS ഇപ്പോൾ കടന്നു വരാൻ പോകുന്നത്. നമ്മളുടെ കൂടെ നിൽക്കുന്ന ഈ നിൽക്കുന്ന മുഴുവൻ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ രാവിലെ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെല്ലാം ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്തും അതുപോലെ പോലീസ് ഗ്രൗണ്ടിലുമായി ഇപ്പോൾ കാത്തു നിൽക്കുകയാണ് VSനെ കാണുന്നതിന് വേണ്ടി. ഈ വിലാപയാത്ര നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ വൈകുകയാണ്. ഇനിയും കുറേ സമയമെടുക്കും അത് ആലപ്പുഴ നഗരത്തിലേക്ക് കടക്കാൻ. ആദ്യം VSന്റെ വസതിയിലേക്ക് കൊണ്ടുവരും, അവിടെ കുറച്ച് സമയം ഉണ്ടാകും. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവരും. എത്ര സമയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ VS ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് അല്ലെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ VSനെ കാണാൻ വേണ്ടി വന്നവരാണ്. അവർ ഇങ്ങനെ വരിവരിയായി നിൽക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ അവസരം ഒരുക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് സമയം എന്തായാലും, നേരത്തെ 15-20 മിനിറ്റ് എന്നൊക്കെയായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ആവാൻ സാധ്യതയില്ല. അതിൽ കൂടുതൽ സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാവാനാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ VSനെ കാണാനെത്തുന്നുണ്ട്. മന്ത്രിമാർ ഉണ്ട്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് VSനെ കാണാൻ വേണ്ടി, അവസാനമായി കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇവിടെ ജനനിബിഡമാണ്. ഇവിടെ ഒരു ചെറിയ വഴി മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഒട്ടും ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഓരോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടേക്ക് ജനപ്രവാഹമായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോഴൊക്കെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും ഇപ്പോൾ പാലക്കാട് VSന്റെ മലമ്പുഴയിൽ നിന്നൊക്കെ എത്രയോ പ്രവർത്തകരാണ് ഇവിടേക്ക് വാഹനങ്ങളിലൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോടൊക്കെ ഈ ആലപ്പുഴയിലേക്ക് എത്താനാണ് പാർട്ടി നിർദ്ദേശം നൽകിയതും അങ്ങനെയാണ്. വിലാപയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അതത് പ്രദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനത്തിന് മറ്റു ജില്ലകളിൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ആലപ്പുഴയിലേക്കും എത്താനായിരുന്നു പാർട്ടി തന്നെ നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശമൊക്കെ അനുസരിച്ചാണ് ഇവിടേക്ക് പ്രവർത്തകരുടെ ഒരു വലിയ ഒഴുക്ക്. ആലപ്പുഴ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെയൊക്കെ എത്രയോ അധികം പ്രവർത്തകർ അല്ലെങ്കിൽ VSനെ സ്നേഹിക്കുന്നവർ ഇതിനോടകം ഈ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. അവരെ കൊണ്ട് നഗരം ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടേക്ക് പ്രവർത്തകരിങ്ങനെ എത്തുകയാണ്. നേതാക്കളും പ്രവർത്തകരും ഇവിടേക്ക് എത്തുകയാണ്. അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇതിനോടകം ഇവിടെ വിവിധ ജില്ലകളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിയവർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, സംസ്ഥാനത്തെ ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ VSനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന്, അദ്ദേഹത്തിന് കാണുന്നതിന് ഒക്കെ അവസരമൊരുക്കാൻ വേണ്ടിയുള്ള ഈ ചിട്ടയായ ക്രമീകരണവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നിരവധി പ്രത്യേകതകളുണ്ട്. P കൃഷ്ണപിള്ളയുടെ പേരിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. VS ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം. കൃഷ്ണപിള്ളയാണ് VSന് പാർട്ടി അംഗത്വം നൽകുകയും ചെയ്യുന്നത്. സഖാക്കളുടെ സഖാവ് എന്നാണ് P കൃഷ്ണപിള്ളയെ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്നത്. അങ്ങനെ ഒരു സഖാക്കളുടെ സഖാവായ കൃഷ്ണപിള്ളയുടെ പക്കൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ച മറ്റൊരു സഖാക്കളുടെ സഖാവായി VS ഈ ദിവസങ്ങളിൽ മാറുന്നതാണ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തപ്പോൾ കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2:15 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നിന്ന് ആ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടത്. അത് കഴക്കൂട്ടത്തെത്താൻ ഏതാണ്ട് 8 മണിക്കൂർ. CPMന്റെ തിരുവമ്പാടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്തും വലിയ ക്യൂ ഉണ്ട്. അവിടെയും ആളുകൾ കാത്തു നിൽക്കുകയാണ് VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി.